നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അന്ത്യനുമായി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കുന്ന ദൈവത്തോടുകൂടെ ഒരു കൂട്ടായ്മ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നീ ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ അറിയുന്നവൻ, ശത്രുവിൻ്റെ പോരുകളെ അറിയുന്നവൻ, ഞങ്ങൾ പോകേണ്ടുന്ന വഴി അറിയുന്നവൻ, നീ ഞങ്ങളുടെ വലങ്കയെ പിടിച്ച് ഞങ്ങൾ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിൻ്റെ കർത്തൃത്വം ഞങ്ങൾ വ്യാപരിക്കട്ടെ. കർത്താവ് തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. പാടുവാൻ സ്തുതിപ്പാനൊക്കെ കർത്താവ് കൃപ നൽകുന്നല്ലോ. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നേലുന്ന പരിസരങ്ങളെ, വ്യക്തികളെ, അവരുടെ തലമുറകളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണം, നീ പരമ്പേൽപ്പിച്ചിരിക്കുന്ന വസ്തുവകളെ നിൻ്റെ പ്രാശ്ചിത്തങ്ങേതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. യൂട്യൂബിൽ കേൾക്കുന്നതിനെ തിങ്ങത്തോ നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വചനം ഗ്രഹിപ്പത്തക്കോട് പരിശുദ്ധാത്മാ ദൈവമേ ഹൃദയങ്ങൾ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മ കർത്താവ് നൽകി. സ്തോത്രവാക്യത്വ പ്രകാരം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യത്തിൽ ഞാനുണ്ട്. ഈ ഒരു പ്രത്യാശ വെറുതെ ഒരു വചനമായിട്ടല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതിലാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നത്. അധികം ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചിന്തകൾ രക്ഷയുടെ വിഷയമാക്കി ചിന്തിച്ച വിഷയത്തിൽ ക്രിസ്തുവും അവൻ്റെ ശരീരമാവുന്ന സഭ, അല്ലെങ്കിൽ അത് സഭയെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ടും അങ്ങനെ വ്യക്തിപരമായിട്ട് ക്രിസ്തു തലയായിരിക്കുന്ന വ്യക്തികൾ കൂടി ചേരുമ്പോൾ അങ്ങനെ സഭയായിട്ടും, അത് ഇന്ന് ഫിസിക്കലായിരിക്കുന്ന ഒരു ചർച്ചുമല്ല, ഒരു ചർച്ചകൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം, ഉപദേശപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച് അവരോട് ചേരുവാൻ സ്നാനപ്പെട്ട് ക്രിസ്തു തലയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ എവിടെയുണ്ടോ, ശരിയായ ഉപദേശത്തിൽ നിൽക്കുന്നവർ, അവിടെയെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഓരോരോ ക്ലാസ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ നമ്മൾ ഡിസൈൻ ചെയ്യാനോ വിവേചിക്കാനോ പോകേണ്ട. വ്യക്തിപരമായി എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എനിക്ക് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരക്കാൻ സാധിച്ചിട്ടുണ്ടോ, ഞാൻ നിരന്ന അവസ്ഥയിൽ തുടരുന്നുണ്ടോ, ഈ സമയത്ത് കാഹളനാദം കേൾക്കുകയാണെങ്കിൽ, അല്ലെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വേർപെടേണ്ട അവസരം വരികയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുമോ, ഇത് ഉറപ്പുവരുത്തുവാനാണ് ഈ ക്ലാസ്സുകളിലൂടെ നാം ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമായിരുന്നു വളരെ ഭയഭക്തിയോടുകൂടി വിവരിച്ചത്. അതായത് ക്രിസ്തുവിൽ സൗരഭ്യവാസന എന്താണെന്നുള്ളത്, അല്ല, അരോമ ഓഫ് ക്രൈസ്റ്റ്. അത് ചിലവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കും മറ്റു ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് വാസനയാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അത് എനിക്ക് തോന്നുന്നു അനേകർക്ക് അത് കേട്ടപ്പോഴേ തന്നെ അത് ദുർഗന്ധമായി എന്ന് എനിക്ക് തോന്നണേ. ഞാൻ ചാനലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ അല്പമായിട്ട് ഞാൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തപ്പോൾ 402, 232, 139 പേരൊക്കെ കാണുവാനിടയായി. ഈ അരോമ എന്ന വാക്ക് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അരോമ ഫ്രം ഡെത്ത് ടു ഡെത്ത് ഓർ അരോമ ഫ്രം ലൈഫ് ടു ലൈഫ് എന്ന് അതിൻ്റെ തംബ്നെയിൽ കൊടുത്ത പ്രകാരം ജീവനിലേക്ക് നിന്ന് ജീവനിലേക്കുള്ള വാസനയോ മരണത്തിൽ നിന്ന് മരണത്തേക്കുള്ള വാസന കേട്ടതും കണ്ടതും എനിക്ക് തോന്നുന്നു മറ്റു പലർക്കും ദുർഗന്ധമായി. ആകെ 8 പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവർ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്തത്. ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തെന്ന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണോ, ജീവനിൽ നിന്ന് ജീവനിലേക്കാണോ എന്ന് ഓരോരുത്തർക്കും ഡിസൈൻ ചെയ്യാനുള്ളൊരു അവസരമാണ് ഒരുക്കി തന്നത്. വളരെ ഭയത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടെയാണ് ആ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തത്. അതിനോട് അത് അത്ര നിസാരമായി പോയെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ
ഈ മെസ്സേജും കൂടെ കേട്ടാൽ അവർക്ക് അവരെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു 3 വാക്യങ്ങളും കൂടെ ഈ ശബ്ദം ലൈവായിട്ട് കേൾക്കുന്നവരിലും യൂട്യൂബിൽ കേൾക്കുന്നവരുടെയും മുമ്പിൽ നിന്ന് വയ്ക്കുകയാണ്. ഞാൻ ദൈവസ്ഥാനിൽ നിൽക്കുമ്പോൾ കുറ്റക്കാരനായിട്ട് ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ തക്കവണ്ണം വളരെ പച്ചയായിട്ട് ലളിതമായ ഭാഷയിൽ ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 14-17, പ്രത്യേകിച്ചും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും വേഴ്സ് 15, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്നതായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തി മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് എങ്ങനെ അവരുടെ ജീവിതത്തിൽ റിയാക്ട് ചെയ്യുന്നു, ഇതിന് അനുസരിച്ചായിരിക്കും നിങ്ങൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണോ ജീവനിൽ നിന്ന് ജീവനിലേക്കാണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച സ്ഥാപിച്ചത്. ഈ പ്രാവശ്യം കുറച്ചും കൂടി അതിനെ ലളിതമാക്കിയിട്ടും എന്നാൽ കുറച്ചും കൂടി സീരിയസ് ആയ ഒരു വാക്യങ്ങളാണ് 3 വാക്യങ്ങൾ, അതിനോട് ചേർന്ന് വരുന്ന 3 വാക്യങ്ങളാണ് ഇന്നെടുത്ത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ മെസ്സേജ് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഹെഡിങ് കാണുമ്പോൾ തന്നെ ഓടിപ്പോകാതെ ഒന്ന് അടങ്ങിയിരുന്ന് കാലുകളൊക്കെ ഒന്ന് അടക്കി വെച്ച്, ഹൃദയത്തിൻ്റെ കാലുകളെ അടക്കി വെച്ച്, ഞാൻ നിങ്ങളുടെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്കിത് കിച്ചണിലായിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ എന്ത് കാര്യം ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തെ ധ്യാനിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാലടികളെ ഒന്ന് അടക്കി വെച്ച് എന്താണ് ഇതിൽ കൂടെ എന്നോട് സംസാരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, ഞാനത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. നോ എക്സ്ക്യൂസ്. ഞാനത് ഇംഗ്ലീഷ് കൂടെ വായിക്കുകയാണ്. He has appointed a day on which he will judge the world. ഇവിടെ പെന്തിക്കോസ്തിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെയോ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യരായിട്ട് ജനിച്ച, യേശു ഒഴികെ മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവരെയും കുറിച്ച് പറയുകയാണ്. He will judge the world in righteousness by the man എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, man whom he has ordained. ആ മാൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന് വളരെ വിലയുണ്ട്. ഞാൻ അത് തുടർന്ന് നിങ്ങൾക്ക് വിവരിക്കുമ്പോൾ മനസ്സിലാകും. He has given assurance of this to all. To all എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവർക്കും തന്നെ ഓൾറെഡി given. He has given assurance of this to all by raising him from the dead. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല മാനവജാതിക്കും ഒരു സത്യം വെളിപ്പെടുത്തി. അത് അവന് നിവർത്തിച്ചെടുത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ റോമലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിന് ആദ്യം മലയാളത്തിൽ വായിക്കുന്നു. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ, അപ്പോൾ the man who he has ordained അല്ലെങ്കിൽ താൻ നിയമിച്ച പുരുഷൻ ആരാന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ റോമലേഖനത്തിൽ പറയുകയാണ്. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ നോൺ ക്രിസ്ത്യൻസ് പറയാൻ വേണമെങ്കിൽ ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, മുസ്ലിമുകൾ പറയാൻ വേണമെങ്കിൽ പിന്നെ നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുക, ഞങ്ങളുടെ ഖുറാനിൽ എഴുതിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഒരു മതത്തെ അല്ല വിവരിക്കുന്നത്, ഒരു മതത്തിനോടല്ല പറയുന്നത്. He will judge the world. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ. ആ ലോകത്തെ എന്നത് നീതിയിൽ എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. 3-ാമതൊരു വാക്യം യേശു ക്രിസ്തു തന്നെ പറഞ്ഞത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു.
ഈ അനേക പ്രസംഗങ്ങൾ മനുഷ്യൻ്റെ പ്രാണനിലുള്ള ഇമോഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇമ്പം പിടിപ്പിച്ചുകൊണ്ട് ഇളക്ക് പെരുപ്പമുണ്ടാക്കി ശരീരത്തിനും പ്രാണനും മോഹമുള്ള കാര്യങ്ങളെ പ്രസംഗിച്ച് കേട്ട് അപ്പോസ്തലനായ പൗലോസ് നേരത്തെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വാൺ ചെയ്തിരുന്നു. ഭാവി കാലത്ത് കർണരസകരമായ പ്രസംഗങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന്. ഇവിടെ അതില്ല. ഞാൻ കർണരസകമായ പ്രസംഗം പ്രസംഗിച്ചില്ല, എൻ്റെ തന്നെ രക്ഷ കഷ്ടപ്പെടുത്തി കളയും. എന്നാൽ നിങ്ങൾക്ക് അല്പം മുറിവുണ്ടായാലും ഒതിയൊന്ന് അല്പമായിട്ടൊന്ന് വേദനയുണ്ടായാലും ഇങ്ങനെ എന്തായി പറയുന്നത് എന്ന് എന്നെ ഒന്ന് ശപിച്ചാലും വേണ്ടില്ല, രാഗിയാലും വേണ്ടില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഒന്ന് ഗ്രഹിച്ചാൽ ഒരു കാലത്ത് നിങ്ങൾ പറയും, സഹോദര, സ്നേഹിത, അന്നൊരു മുറിവുണ്ടായെങ്കിലും ഇന്ന് എനിക്കത് സന്തോഷമായി തീർന്നു എന്ന്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ റോമൻസ് ചാപ്റ്റർ 2:16 പിന്നെ തുടർന്ന് ജോണും കൂടി ഇത് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 2:16, In the day God will judge the secrets of men by Jesus Christ according to my gospel. അപ്പോൾ അവിടെ the man whom he has ordained എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവാണെന്ന് വ്യക്തമാക്കുകയാണ്. And he has given him authority to execute judgment also because he is the son of man. ഈ son of man എന്നൊരു കാര്യം നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ അവിടെ മനുഷ്യപുത്രനോട് സദൃശനായി ഒരുവൻ ആൻഷ്യന്റ് ഓഫ് വേൾഡിന്റെ അടുത്ത് വരുന്നതും അവന് ഇനി ഭാവിയിൽ വരുവാനുള്ള എല്ലാ അധികാരവും, അതായത് ആന്റി ക്രൈസ്റ്റിനെയും കൂടെ നശിപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ ഭരണകൂടത്തിന് മുഴുവൻ അധികാരവും കൈമാറുന്നതും, അപ്പോൾ അവനോട് കൂടെ വിശുദ്ധരായ ഒരു ജനം, അത് വ്യക്തമാക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. അവരാണ് നാം. അവിടേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. യേശു വെള്ള കുതിരപ്പുറത്ത് വരുമ്പോൾ അവരോട് കൂടെ വെള്ള കുതിരപ്പുറത്ത് വരുക വിശുദ്ധരുമായ ഒരു കൂട്ടം ജനത്തെയാണ് അവിടെ ആന്റി ക്രൈസ്റ്റിനെ മേൽ ന്യായവിധി നടത്തി അവനോടുകൂടെ 1000 ആണ്ട് വാഴ്ച, യേശു ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ ഭരിക്കുകയും തുടർന്ന് പുതിയ യെരൂശലേമിൽ ഭരിക്കുവാൻ യോഗ്യരാക്കി തീർത്ത ഇപ്പോൾ, അതിനാണ് ഞാൻ പറഞ്ഞ ജീവനിൽ നിന്ന് ജീവനയിലേക്കുള്ള വാസനയായിട്ട് നിങ്ങൾക്ക് ഈ സുവിശേഷം അനുഭവപ്പെടുന്നുവെങ്കിലും ചിലപ്പോൾ മുറിവേൽക്കും. തീർച്ചയായിട്ടും മുറിവേൽക്കും. നിങ്ങളുടെ വാസന നിങ്ങൾക്ക് മരണത്തിലേക്കുള്ള വാസനയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നല്ലവണ്ണം ചോപ്പ് ചെയ്യും. നല്ലവണ്ണം ചോപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുറിവുണ്ടാകത്തക്കവണ്ണം തന്നെ ചോപ്പ് ചെയ്ത് നിങ്ങളിലുള്ളതായിട്ടുള്ള മലിനതയെ മാറ്റിക്കളഞ്ഞുകൊണ്ട്, കിട്ടത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒരു നല്ല വെള്ളിയാലി പൊന്നാക്കി തീർക്കുന്ന കാര്യമാണ് സുവിശേഷം. അപ്പോൾ ഞാൻ അധിക സമയങ്ങൾ എടുക്കാതെ ഇതിനൊന്ന് ഈ വചനങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുന്നത് he has appointed a day. ഈ ഡേ എന്ന് പറഞ്ഞ കാര്യം അനേക കാര്യങ്ങൾ വിവരിക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവും അതിനുശേഷം വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാവരും എടുത്തതിന് ശേഷം 7 വർഷം സ്വർഗത്തിൽ നീതിമാന്മാരുടെ ഒരു ന്യായവിധി നടക്കും. അറിയാം, ദുഷ്ടന്മാരുടെ അല്ല. ഇവിടെ ഭൂമിയിൽ 7 വർഷം ആന്റി ക്രൈസ്റ്റ് ഭരിക്കുമ്പോൾ ആ 7 വർഷം സ്വർഗത്തിൽ നീതിമാന്മാരുടെ ഒരു ന്യായവിധി നടക്കും. എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അത് പറഞ്ഞിരിക്കുകയാണ് on which he will judge the world. അവിടെ വരുമ്പോൾ the world എല്ലാം കൂടെ എടുക്കപ്പെടുമെന്നല്ല, അങ്ങനെ എടുക്കപ്പെടാത്തവരെ വീണ്ടും വിധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് the great white throne. വെള്ള സിംഹാസനത്തിൽ വരുമ്പോൾ ദുഷ്ടന്മാരായ ആത്മാക്കൾ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. അപ്പൊ 2 ജഡ്ജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചു, പക്ഷേ ഈ അരോമ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സുവിശേഷം അവർക്ക് ദുർഗന്ധമായി. കഴിഞ്ഞ ദിവസത്തൊക്കെ പറഞ്ഞല്ലോ, യൂട്യൂബിൽ ഇട്ടിട്ട് 8 പേർക്ക് മാത്രമേ അവരെങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. അത് ആരോമയാണെങ്കിൽ, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ
എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും റിപ്പൻറ്റൻസിന് ചാൻസ് ഉണ്ട്. എന്നിട്ട് അവിടെ പറയാണ് ജഡ്ജ് ഇൻ റൈഷ്യസ്നസ്, നീതിയിൽ ന്യായം വിധിക്കും. എന്താണ് ഈ നീതിയിൽ ന്യായം വിധിക്കുക എന്നതിൻ്റെ സ്കെയില്? ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ ഒരു സ്കെയിലുണ്ട്. ഇത് നമ്മൾ എന്താ നീളത്തെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ സ്കെയില്. അവിടെ ഒരു സ്കെയില് പറഞ്ഞിരിക്കുകയാണ് നീതിയിൽ ന്യായം വിധിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോമയായിട്ട് തോന്നുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒഫൻഡ് ചെയ്യല്ലേ. ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്ന ഈ നീതിയിൽ ന്യായം വിധിക്കുക എന്ന് പറയുന്നതും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. He will judge the world in righteousness. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം അവന്റെ രക്തം വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമായി തീരുവത്തക്കവണ്ണം സൗജന്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പല പ്രാവശ്യം ക്ലാസ്സുകളിൽ വിവരിച്ചിട്ടുള്ളതാണ്. അതായത് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും മാനവജാതിക്ക് വേണ്ടി പകരക്കാരനായി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ടു. അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ലോകത്തിന്, ദ ഹോൾ വേൾഡിന് പരസ്യമായിട്ട് നിർത്തിയിരിക്കുക പറയുകയാണ്, അവന് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി നീതീകരിക്കപ്പെടാം. ഇറ്റ്സ് എ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. ഇതാണ് സുവിശേഷത്തിന്റെ കാതല്. ഇതൊരു വെളിച്ചമാണ്. ഇനി ഇതിന് അനുപാതികമായിട്ടുള്ള ചില വെളിച്ചങ്ങൾ ഞാൻ പറയാം. ഏറ്റവും ആദ്യമായിട്ടുള്ള വെളിച്ചമാണ്, ഈവൻ ദൂതന്മാർക്ക് പോലും അതിശയം വന്നു പോയൊരു വെളിച്ചമായിരുന്നു ലൂസിഫർ സംഘത്തെ ശിക്ഷിച്ചത്. ഡിവൈൻ ജസ്റ്റിസിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ്. ദൈവത്തിന്റെ കെരൂബുകളായിട്ട് എത്ര വർഷം മരിച്ചെന്ന് പറയില്ല, പക്ഷേ നമ്മൾ തുടർന്നുള്ള ഫോസിൽസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടുന്നതനുസരിച്ച് കൊണ്ട് വളരെ ദീർഘകാലം ദൈവത്തിന്റെ വിശ്വസ്ത ദൂതന്മാരായി ഭരിച്ചിരുന്ന ഈ ലൂസിഫർ സംഘം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന ലൂസിഫർ സംഘം, ലൂസിഫർ അതിന്റെ ഹെഡായിരിക്കുന്ന ലൂസിഫർ തന്റെ ഹൃദയത്തിൽ താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ അത്യുന്നതിനോട് സമനാകുമെന്ന് ചിന്ത കടന്നു വന്ന് ഞാൻ എൻ്റെ എന്ന് ചില കാര്യങ്ങൾ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെയും എസ്കേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12 തുടങ്ങി യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12 തുടങ്ങിയുള്ള വാക്യങ്ങളൊക്കെയും ഞാൻ അത്യുന്നതിന് സമനാകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ച കാര്യം യെരമ്യാ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ആദ്യത്തെ വെളിച്ചം കിട്ടി. എന്താ? ഡിവൈൻ ലോയ്ക്കെതിരായിട്ട്, ദൈവത്തിന്റെ സിംഹാസനത്തിനെതിരായിക്കൊണ്ട് ഹൃദയത്തിൽ പോലും ചിന്തിച്ചാൽ ദൈവത്തിന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് ദൂതന്മാർ പോലും വിറച്ചുപോയി. ഇത്ര ക്രൂരനാണോ ദൈവമെന്ന്. അതിനുശേഷം കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമി, മറ്റു ഗാലക്സികളൊക്കെ, നമ്മുടെ മിൽക്കി വേ തന്നെ കാണുന്ന ഗാലക്സികളൊക്കെ ശൂന്യമായി കിടക്കാനുള്ള കാരണം അതാണ്. യെശയ്യാ പ്രവചനം 45:18 പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ ദൈവം വാസത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. വോയിഡായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വോയിഡായി കിടക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്. അതിൽ നിന്ന് ഭൂമിയെ മാത്രം ദൈവം പുതിയ തന്റെ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റി നിർത്തി അതിനെ വെള്ളം കൊണ്ട് മൂടി പരിശുദ്ധാത്മാവിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സമയമായപ്പോൾ തന്റെ റീക്രിയേഷൻ പ്ലാൻ പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ. സകലം സൃഷ്ടിച്ചതിന് ശേഷം തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആകാശത്തിലെ പർവ്വജാതി സമുദ്രത്തിലെ മത്സ്യം സകല ചരാചരത്തിന് മേൽ അവന് അധികാരം കൊടുത്തു. അവനെ ലൂസിഫറിനെ പരീക്ഷിച്ച് അതേ സേറ്റാനെ കൊണ്ട് പരിശോധിക്കുമ്പോൾ അവനും തനിക്ക് നൽകപ്പെട്ടിരുന്ന അധികാരം സേറ്റാൻ ഒരു നുണയ്ക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. വൃക്ഷഫലം കാൺമാൻ നല്ലതും തിന്മാൻ നല്ലതും ജ്ഞാനം പായ്പൻ കാമ്യമെന്ന് കണ്ടു. നിത്യനായ ദൈവത്തെ, തന്നിൽ വസിക്കുന്ന ദൈവ തേജസ്സിനെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തെ കൂടാതെ വാഴാൻ എന്ന ആഗ്രഹത്താൽ സ്വയത്തെ തിരഞ്ഞെടുത്തു. ഇതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. സെക്കൻഡ് ലൈറ്റ്. അവിടെ ദൈവം അവനെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, ലൂസിഫറെ സംഘത്തെ ശിക്ഷിച്ചതുപോലെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. ദൈവം തന്നെ അവന് പകരക്കാരനായി പ്രായശ്ചിത്തമായി തീരുന്ന ഒരു വലിയൊരു പ്ലാൻ, വൈഡായിരിക്കുന്ന ഒരു പ്ലാൻ ഡിസ്ക്ലോസ് ചെയ്യായിരുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും
നിന്റെ സന്തതിക്ക് തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. ഇവിടെ തുടങ്ങി പ്രവചനങ്ങളിൽ കൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി. അപ്പൊ സെക്കൻഡായിട്ട് ഒന്ന് മാനവജാതിയോടോ ദൈവത്തിന്റെ സ്നേഹത്തെ, ഒരു വശത്ത് ദൈവത്തിന്റെ അതികഠിനമായ ക്രോധത്തെ ലൂസിഫർ സംഘത്തെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം മാനവജാതിയോട് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. അതവൻ ക്രൂശിൽ നിവർത്തിച്ച് കാണിച്ചു. ഇതാണ് റോമാലേഖനം 3:24-25. അതിനിടയ്ക്കുള്ള അനേകം ജഡ്ജ്മെന്റുകൾ, അനുസരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും അനുസരിക്കാത്തവർ ശിക്ഷകളും, ഒരു ഇസ്രായേൽ എന്നൊരു നേഷനെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിക്ക് മുമ്പ് നോഹയുടെ കാലത്തിന്റെ സംഭവങ്ങളൊക്കെ ആയിരക്കണക്കിന് ലൈറ്റ്, ഇൻസ്റ്റൻസ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അവകാശങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അടയാളങ്ങൾ ദൈവം കാണിച്ചു തന്നു, തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി. ഇന്നത്തെ തലമുറ, ഇപ്പോൾ ഞാൻ പറയുന്ന സുവിശേഷം കേൾക്കുന്ന തലമുറയ്ക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടയാളങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ അടയാളങ്ങൾ ലഭിച്ചു. അപ്പോൾ ഇപ്പോൾ അളക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ലൂസിഫർ സംഘത്തിന് മേൽ ദൈവം നടത്തിയ ശിക്ഷാവിധി തുടങ്ങി ഓരോ ഇൻസ്റ്റൻസിലും കടന്ന്, ഓരോ കാര്യങ്ങളും കടന്ന് ദൈവം തന്റെ പുത്രന്റെ മേൽ, നമ്മുടെ മേൽ വരേണ്ട ക്രോധാഗ്നി തന്റെ പുത്രന്റെ മേൽ പകർന്ന്, പുത്രൻ ആ ക്രോധാഗ്നിയിലെ തീക്കനലുമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗിച്ചതുപോലെ, ആ തീക്കനലുമായിട്ട് തന്റെ ജീവിതമാകുന്ന സൗരഭ്യവാസനയുമായിട്ടാണ് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മഹാപാപ പരിഹാര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് എന്താണ്, അപ്പൊ നമ്മൾ വിധിക്കുന്നതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലൈറ്റ് വാട്ട് വി റിസീവ്ഡ്. ഇവിടെ വേൾഡിന് എന്ന് പറയുമ്പോൾ എനിക്കിത് കിട്ടിയില്ല, ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ്. ഒന്ന്, നിനക്കറിയുന്ന ഭാഷ, നിനക്കറിയുന്നതായിട്ടുള്ള വിധങ്ങള്, അല്ല നിന്റെ മനസ്സാക്ഷിയിൽ തന്നെ ദൈവം ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല, ഞാൻ ക്രിസ്ത്യാനിയല്ലെന്ന് നിനക്ക് പറയാൻ സാധ്യമല്ല. നിന്റെ മനസ്സാക്ഷി വളരെ വ്യക്തമായിട്ട് നിനക്കറിയാം. നീ എല്ലാ കാര്യങ്ങളും നിന്റെ ചിന്തയിൽ വരുന്നത് എല്ലാ കാര്യം ചെയ്യുന്നില്ല. ചിലതിന് നീ അവോയ്ഡ് ചെയ്യുന്നു, ചിലതിന് ചെയ്യുന്നു. അതെല്ലാം നിന്റെ ഹൃദയത്തിൽ നിനക്ക് നല്ല അറിവുണ്ട്. ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല, നീ ചെയ്തതും ചെയ്യാതിരുന്നതും ദൈവം തന്ന ഇൻഡ്യൂഷൻസില്, നല്ലതിനു വേണ്ടി തന്ന ഇൻഡ്യൂഷൻസ് നീ അവോയ്ഡ് ചെയ്തതും, ചെയ്യരുതെന്ന് നിനക്ക് താക്കീത് തന്ന കാര്യങ്ങൾ നീ ചെയ്തത് എല്ലാം റെക്കോർഡാവും. അതാണ് പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് റൈഷ്യസ്നെസ്. എന്നിട്ട് പറയാണ് ബൈ ദ മാൻ, മനുഷ്യൻ. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുറച്ച് ആഴത്തിൽ പറയാണ്. നമ്മെ പോലെ തന്നെ മനുഷ്യരായിട്ട് ജനിച്ച് നാം കടന്നു പോകേണ്ടുന്ന എല്ലാവിധ പരിശോധനകളിൽ കൂടെ കടന്നുപോയി, എല്ലാവിധ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടും പാപം ചെയ്യാതെ, ശ്രദ്ധിച്ച് കേൾക്കണം, പാപം ചെയ്യാതെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമായി, ഊനമില്ലാത്ത പെസഹ കുഞ്ഞാടായി, ഒരുക്കപ്പെട്ട കുഞ്ഞാടായി കാൽവരി ക്രൂശിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് യാതൊരു എക്സ്ക്യൂസ് പറയാനില്ല. എന്റെ ബലഹീനതയാണ്, എന്റെ സഭ എങ്ങനെയാണ്, എന്റെ പാസ്റ്റർ എങ്ങനെയാണ് പ്രസംഗിച്ചത്, എന്റെ പിതാക്കന്മാർ എങ്ങനെയാണ് പഠിപ്പിച്ചത്, എന്റെ മാതാപിതാക്കന്മാർ എങ്ങനെയായിരുന്നു, നിനക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. നിന്നെ പോലെ തന്നെ ശരീരം പ്രാണനും ആത്മാവുള്ളവനായിട്ട് മനുഷ്യൻ, ഇവിടെയാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ മനുഷ്യപുത്രനാകിയാൽ, നിന്നെ പോലെ തന്നെ ഒരു മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അധികാരമുണ്ട്. വെറുതെ കിട്ടിയതല്ല. നിന്നെ പോലെ തന്നെ ശരീരം പ്രാണനും ആത്മാവുള്ള, നിനക്ക് വരുന്ന വിധത്തിലുള്ള സകലവിധ ടെംപ്ടേഷൻ കൂടെ കടന്നുപോയി, എന്നിട്ടും പാപം ചെയ്യാതെ ജീവിക്കാം എന്ന് പ്രൂവ് ചെയ്തു. നിന്നെ സഹായിപ്പത്തക്ക വേണം നിന്നിൽ പരിശുദ്ധാത്മാവിനെ തന്ന്, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തുവിനെ തന്നെ നിന്റെ ഉള്ളിലാക്കി, നിനക്ക് ദൈവനീതി അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഡിവൈൻ ലോ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം നിന്നെ സഹായിക്കാമെന്ന് നീ അവനുമായിട്ട് വ്യക്തിപരമായ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത്, അവന്റെ ക്രൂശിലെ രക്തം കൊണ്ട് നിന്റെ സോളിന് മുദ്രയിട്ട് നിന്നെ നടത്തുമ്പോൾ, നീ പിന്നെയും നിന്റെ ജഡത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച്, നിന്റെ പ്രാണനിലെ അഭിലാഷങ്ങൾ അനുസരിച്ചുകൊണ്ട് വീണ്ടും ലോകത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയാണ് അതിന് ഉത്തരവാദി. നീ അവോയ്ഡ് ചെയ്തത് നിത്യജീവനായ ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് he will judge the world in righteousness by the man.
whom he has ordained. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. യാതൊരു എക്സസും പറയാൻ പറ്റില്ല. ഒറ്റ എക്സസ് ഉള്ള കർത്താവേ, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഇത് നിങ്ങൾക്ക് ദുർഗന്ധമായി തോന്നുന്നുണ്ടെങ്കിൽ സോറി. ഇത് നിങ്ങൾ സൗരഭ്യവാസനയായിട്ട് നിങ്ങൾ അക്നോളജ് ചെയ്യും. ലോർഡ്, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ക്രിസ്തുവിൽ യാതൊരു കുറവുമില്ല. എനിക്ക് ദൈവഗീത പ്രകാരം ആവശ്യമുള്ളതൊക്കെ ഇവന്റെ സ്വർഗീയ പിതാവ് ഏത് നല്ലതെന്ന് കണ്ട് എനിക്ക് തരുന്നുണ്ട്. അത് മതിയേ മതിയേ മതിയേ. ക്രിസ്തുവിൽ സർവസമ്പൂർണതയുമുണ്ട്. അതിനധികമായിട്ട് നീ പലതിനെ ഇച്ഛിച്ചുകൊണ്ട് നിന്റെ കൺമോഹം ജഡമോഹത്തും ജീവിതത്തിന്റെ പ്രതാപത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. നിന്റെ മേൽ വരാൻ പോകുന്നത് ശിക്ഷാവിധിയായിരിക്കും. അതുകൊണ്ട് ഈ വാക്യങ്ങള് നിങ്ങൾക്ക് സൗരഭ്യവാസനയായിട്ട്, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിന്നെ ക്രിസ്തുവിനെ നിനക്ക് തന്നിരിക്കുന്നത്, നിന്റെ മേൽ ഒറിജിനൽ സിന്നുണ്ടായ പാപ പരിഹാരത്തിന് പൂർണ്ണ കാര്യങ്ങൾ അവൻ ചെയ്തെടുത്തു. ഒരു മനുഷ്യന്, ഒരു സൃഷ്ടിക്ക്, ഒരു മതത്തിന് അത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ദൈവം പരസ്യമായിട്ട് നിർത്തി പറയുകയാണ്, അവരിൽ വിശ്വസിക്കുന്നവന് ഞാൻ സൗജന്യമായിട്ട് നീതീകരിച്ചു കൊള്ളാം. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ക്രിസ്തു ഒരു കാലത്ത് പാപം ചെയ്യാതിരുന്നത് പോലെ നിന്നെയും ഒരു കാലത്തും പാപം ചെയ്യാത്തവളായിട്ട് നിന്നെ ഞാൻ എന്റെ സന്നിധി ചേർത്തുകൊള്ളാം. ഇറ്റ്സ് ഫ്രീ ഓഫർ. നിന്റെ ഡ്യൂട്ടി ഒന്ന് മാത്രമേ ഉള്ളൂ, വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ വിശ്വാസം. ഇന്ന് നമ്മൾ ലൈവായിട്ട് കേൾക്കുന്നവരോട് പറയുകയാണ്, നമ്മൾ പഠിച്ച വചനത്തിന്റെ ഒരു ഭാഗം ഇതാണ്. സ്തോത്രം. അവൻ ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം എന്താണ്? മനുഷ്യനായിട്ട് ജീവിച്ചു, ദൈവഗീത പ്രകാരം ജീവിച്ചു, എന്നിട്ട് അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നമുക്കൊരു സാക്ഷ്യം തന്നിരിക്കുകയാണ്. നീയും അതേപോലെ ജീവിച്ചാൽ എങ്ങനെ? നിനക്ക് ഡിവൈൻ ലോ അനുസരിച്ച്, ദൈവഗീതം അനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നെ ഡിവൈൻ ലോക്ക് അനുസൃതമായിക്കൊണ്ട് ലോ അറിയുന്നവനായ ഒരു വക്കീലിനെ പോലെ, ഒരു വക്കീലിനെ ഇപ്പൊ നമ്മൾ കേസിലൊരു വക്കീലിനെ വിളിച്ചു, നല്ലവണ്ണം ലോ അറിയുന്ന ഒരു വക്കീലിനെ വിളിച്ചാൽ നിനക്ക് കേസ് ജയിക്കാം. അപ്പൊ പാസ്റ്റ് കേസിന് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയല്ലേ. നീ വല്ല ലാഭത്തിന് വേണ്ടി ഒരു തൊക്കട വക്കീലിനെ വെച്ച് അവന്റെ ഡെസിഗ്നേഷൻ LLB ഡിഗ്രി ഒക്കെ ഉണ്ടാവും. അവൻ നിന്റെ കാര്യമല്ല നോക്കുക, അവന്റെ പോക്കറ്റിന് നോക്കും. അവൻ ലോ അനുസരിച്ചായിരിക്കില്ല നിനക്ക് വേണ്ടി ബാധിക്കുന്നത്, അവന്റെ പോക്കറ്റിനനുസരിച്ചായിരിക്കും ബാധിക്കുന്നത്. യു വിൽ ലൂസ്. അപ്പൊ ലോ നല്ലവണ്ണം അറിയുന്ന ദൈവത്തിന്റെ പിതാവിന് പുറപ്പെട്ടു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ, സഹായകനെ, ആസ് എ ലോയർ, ആസ് എ ഹെൽപ്പർ ടു യു, നിന്നെ നടത്തി തന്നെ പോലെ രൂപാന്തരപ്പെടുത്തിയിരിക്കുവാൻ നിനക്ക് വേണ്ടി എല്ലാ സഹായികളും ആത്മീയം ഭൗതികമായിട്ടുള്ള സകലത ഫ്രീ ഓഫറായിട്ട് തന്നിട്ട് നീ പിന്നെയും നിന്റെ ഇഷ്ടപ്രകാരം പഴയ മിസ്രൈമിലേക്ക് പോകുന്നെങ്കിൽ, ലോകത്തിന്റെ മുകളിലേക്ക്, ലോകത്തിന്റെ അടിമത്തിലേക്ക് പോകുന്നെങ്കിൽ, യു വിൽ ബി ജഡ്ജ്ഡ് ബൈ റൈഷ്യസ്നെസ്. ലൂസിഫറിന്റെ സംഘത്തിൽ വന്ന് ഒരു തെറ്റ്, അതിനുശേഷം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലൈറ്റ്, അത് ദൈവത്തിന്റെ ന്യായവിധികള് അനുസരിക്കുന്നവർക്ക് പ്രതിഫലവും അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ശിക്ഷയും കൊടുത്തുകൊണ്ടുള്ള ദൈവത്തിന് 100 കണക്കിന് വരുന്നിട്ടുള്ള ലൈറ്റിൽ റിസീവ് ചെയ്തവരാണ് ഈ കാലഘട്ടത്തില്, ഈ 2024 ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും. There is no any excuse. ഇത് പെന്തിക്കോസ്കാർക്കുള്ള ഉപദേശമാണ്, ഇത് TPM-കാർക്കുള്ള ഉപദേശമാണ്. ഞങ്ങളുടെ പള്ളി അച്ഛന്മാർ, ഞങ്ങളുടെ തിരുമേനിമാർ ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ തിരുമേനിമാരെക്കാൾ വലുതാണോ? നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ സെമിനാരിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ കോർഡിനേഷൻ ഉണ്ടോ? ഇതൊക്കെ ചോദിച്ചാൽ ഇവിടെ നിൽക്കും. നിന്റെ മനസ്സാക്ഷിയെ ആ വൈറ്റ് ത്രോണിന്റെ മുമ്പിൽ തുറക്കുമ്പോൾ നിനക്ക് അവിടെ ഓർഗ്യുമെന്റ് ഒന്നുമില്ല. ഈ മൺകൂടമായിരിക്കുന്ന ഞങ്ങളോട് വേണമെങ്കിൽ ഓർഗ്യൂ ചെയ്യാം, ഞങ്ങളെ വേണമെങ്കിൽ കുറ്റം വിധിക്കാം, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ട് പല കുറ്റവാദങ്ങളും വേണമെങ്കിൽ പറയാം. പെന്തിക്കോസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് തുപ്പാൻ വേണമെങ്കിൽ ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്, നിനക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ സമയത്ത് നയമാന്റെ കാര്യം എനിക്ക് ഓർമ്മ വരിക. നയമാന് യഹോവയാൽ തന്നെ ഒരു യുദ്ധത്തിൽ ജയം കൊടുത്തു. ഇസ്രായേലിനുള്ള യുദ്ധമല്ല, സിറിയക്കാരനാണ് നയമാൻ. അപ്പൊ അവിടെ യുദ്ധമൊക്കെ ജയിച്ചു വന്നതിന് ശേഷം നയമാന് രോഗമുണ്ടായിരുന്നു, കുഷ്ഠം. അപ്പൊ അവിടെ ഇസ്രായേൽക്കാരത്തെ ഒരു പെൺകുട്ടി, കഴിഞ്ഞ പ്രാവശ്യം മുൻപൊരു യുദ്ധത്തിൽ പിടിച്ചുപോയ ഒരു പെൺകുട്ടി അവിടെ വീട്ടിൽ സെർവൻ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഈ യജമാനൻ ആ എലീശ പ്രവാചകന്റെ അടുത്തൊന്ന് ചെന്നിരുന്നെങ്കിൽ ഈ കുഷ്ഠം മാറുമായിരുന്നു. ഉടനെ രാജാവ് നല്ലൊരു ലെറ്റർ ഒക്കെ എഴുതി. നയമാൻ വലിയ വരുമാനത്തോടു കൂടെ, ഞാനൊരു 2000 അതിന്റെ കണക്കൊന്ന് കൂട്ടി നോക്കിയപ്പോൾ $1,73,000 US
2000 വാല്യൂ അനുസരിച്ചുകൊണ്ട് അത്രയധികം സാമഗ്രികളുമായിട്ട് എലീശയുടെ അടുത്ത് പറിച്ചെല്ലുന്നത്. എലീശയുടെ അടുത്ത് ചെന്നപ്പോൾ എലീശ അടുത്ത ഇതിൽ അവൻ കരുതി എലീശ എൻ്റെ അടുത്തേക്ക് വന്നു, അതിൽ വലിയ യുദ്ധം ജയിച്ചവനല്ലയോ, കമാൻഡർ ഓഫ് ദ ആർമിയാണ്. അപ്പൊ എലീശ പറഞ്ഞയച്ചു, നീ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയ നിന്റെ കുഷ്ഠം മാറി പഴയതുപോലെ ആകും. തന്റെ ജഡമങ്ങ് പോങ്ങി. ഞാൻ കരുതി എലീശ വന്ന് എൻ്റെ കുഷ്ഠമുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ വീശിയ, നിങ്ങളില്ലേ പള്ളിയിലും ഇവിടേക്ക് ധൂപ കുറ്റിയെടുത്തൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ജഡ്ജ്മെന്റുകളാ, ഓരോരുത്തരുടെ പരിജ്ഞാനങ്ങളാ. ഞാൻ കരുതി അങ്ങനെ ചെയ്യുമെന്ന്. നയമാൻ അത് നിന്റെ ചിന്താഗതിയാ, ദൈവത്തിന്റെ ആരുള്ളപ്പാടതല്ല, ദൈവത്തിന്റെ. അപ്പൊ യോർദാൻ നദി എന്ന് പറഞ്ഞാൽ എപ്പോഴും കലങ്ങിയേ പറയുള്ളൂ. നിങ്ങൾക്കിപ്പോ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ലെബനോന്റെ ഓൾട്ടിറ്റ്യൂഡൊക്കെ അറിയാലോ, വളരെ മലകളുള്ള ഏരിയ ആണ് അവിടെ. അപ്പൊ ഈ ലെബനോനിൽ ഈ സമയത്ത് വിന്റർ സീസണിൽ വരും നല്ലവണ്ണം മഞ്ഞ് വരും. അതുപോലെ ഇസ്രായേലിന്റെ മലപ്രദേശങ്ങളിലൊക്കെ നല്ലവണ്ണം മഞ്ഞ് വരും. ഇതെല്ലാം ചൂട് വരുന്ന സമയത്ത് ഉരുകി കലങ്ങി മറിഞ്ഞായിരിക്കും യോർദാൻ നദി ഒഴുകുന്നത്. അപ്പൊ യോർദാൻ നദിയിലെ വെള്ളം എപ്പോഴും കലക്കവെള്ള. ഇതുപോലെ പെന്തിക്കോസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെന്തിക്കോസ്റ്റിനകത്ത് കലക്കവെള്ളമേ ഉള്ളൂ. പക്ഷേ അരാബയിൽ അതായത് സിറിയയുടെ ഭാഗത്ത് ഒഴുകുന്ന നദികളൊക്കെ വളരെ ശാന്തമായി ഒഴുകുന്നു, ഒരു പ്രശ്നമില്ല അവിടെ. നയമാൻ പറയണ എനിക്കെന്താ എൻ്റെ നാട്ടിലെ വെള്ളത്തിൽ പോയി കുളിച്ചുകൂടായോ? ഈ കലങ്ങി മരുന്ന യോർദാൻ ഞാൻ എന്തിനു മുങ്ങണം? ഞാൻ എൻ്റെ നാട്ടില് നല്ല ശാന്തമായി ഒഴുകുന്ന നദികളുണ്ട്. നിന്റെ പാപം എന്ന കുഷ്ഠം മാറണമെങ്കിൽ നീ പെന്തിക്കോസിന്റെ വെള്ളത്തിൽ തന്നെ മുങ്ങണം. പെന്തിക്കോസ് അല്ല തന്നെ രക്ഷിക്കുന്നത്, അവിടെയാണ് ശരിയായ ഉപദേശം, അവിടെയാണ് താൻ നിയമിച്ച പുരുഷൻ ഉള്ളത്. അത് ഞങ്ങളുടെ പള്ളിയിലില്ലയോ, ഞങ്ങളുടെ തിരുമേനിമാർ പ്രസംഗിക്കുന്നില്ലയോ? ആയിക്കോട്ടെ, നിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്താഗതികളെ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ തുറക്കും. നിനക്ക് സുവിശേഷം ലളിതമായി നിനക്ക് അറിയുന്ന ഭാഷയിൽ, നിനക്ക് ഒരു ഭാഷയും അറിയുന്നില്ലെങ്കിൽ നിന്റെ മനസ്സാക്ഷി ദൈവം തന്നിട്ടുണ്ടായിരിക്കും. വേറെ ബോഷ്ക്ക് പറയുന്നതല്ല. അതാ പോള് പറയുന്നത്, അവൻ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം, അതാണ് പോള് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ സുവിശേഷം കേൾക്കുവാൻ അവനിൽ ആശ്രയിക്കുവാൻ എന്താ ബുദ്ധിമുട്ട്? അവനിൽ ആശ്രയിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായ നിന്റെ സ്വഭാവങ്ങളെ, നിന്റെ ഫ്ലഷിന്റെ ആഗ്രഹങ്ങളെ, അല്ലെ ഈ ലോകത്തിലെ ആശ്രയങ്ങളെ നീ ത്യജിക്കേണ്ടി വരും. അവൻ തന്റെ സിംഹാസനം അത് തേജസ്സിന്റെ സിംഹാസനമാണ്, മഹിമയുടെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിന്റെ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ഫ്ലഷിന്റെ മ്ലേച്ഛതകളോട് കൂടെ ഷെയർ ചെയ്യുന്നു. അല്ലെ പകുതി നോ, ഒരു ചൊല്ലുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി. നോ, ആ പരിപാടി ഒരു പഴഞ്ചൊല്ല് മാത്രമാണ്. അവൻ ഫുൾനെസ്സിൽ മാത്രമേ ഉള്ളൂ. നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യത്തിൽ നിന്റെ പാപ സ്വഭാവത്തെ വെളിപ്പെടുത്തിയപ്പോഴാണല്ലോ നീ അയ്യോ വേണ്ടേ, ഇത് മരണം എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് നിന്റെ രക്ഷകനായിട്ട് യേശുവിനെ സ്വീകരിച്ചത്. തുടർന്ന് തന്നെ പോലെ ആക്കി തീർക്കുവാൻ തക്കോട് നിന്നിൽ മറഞ്ഞിരിക്കുന്ന കുറവുകള്, നിന്റെ കോപ സ്വഭാവത്തെ, എടുത്തുചാട്ടത്തെ, നിന്റെ സ്നേഹക്കുറവിന്, ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയാത്തവന്, അല്ലെങ്കിൽ ദുഷ്ടനോട് അകന്നു നിൽക്കാൻ കഴിയാത്തവന്, എല്ലാവരോടായിട്ട് വലം കൈ പിടിച്ചുകൊണ്ട് എക്കുമെനിക്ക് പ്രസ്താവത്തെ കൊണ്ടുപോകുന്ന പരിപാടികൾ വേണ്ട, ഇതൊക്കെ വേർപാട് ആചരിക്കുന്നോ എങ്ങനെ ഞാൻ റപ്പം വേദവാക്യങ്ങൾ കൊണ്ടുവരും. ഇത്തരം സ്വഭാവങ്ങൾ നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ അവയെ ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു നിന്നിൽ വസിക്കുകയില്ല. നീ എന്തുകൊണ്ട് ദൈവവചനത്തെ ത്യജിച്ചോ അല്ലേ എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ത്യജിച്ചു എന്നുള്ളത് പോലും റെക്കോർഡാവും. അത് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. ഇനി വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന് പറഞ്ഞാൽ 7 വർഷം, അവിടെയും വെളിപ്പെടും. നിനക്ക് കിട്ടിയ താലന്തുകൾ നീ എന്തുകൊണ്ട് കുഴിച്ചിട്ടു? അയ്യോ കർത്താവ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി തെരുവുകൾ ഞങ്ങൾ പ്രസംഗിച്ചല്ലോ. കർത്താവ്, ഞാൻ നിന്നെ ഒരു നാൾ പറഞ്ഞിട്ട് നീ എൻ്റെ നാമം ഉപയോഗിച്ചു, പക്ഷെ ഞാനല്ല പ്രസംഗിച്ചത്, ഞാനല്ല സൗഖ്യമാക്കിയത്. ഇതിൻ്റെ ഒക്കെ വലിയ വിലയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഈ സൗരഭ്യവാസന വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഞങ്ങളൊരു കുറവ് നോക്കിയിട്ട് ഇങ്ങനെയാണോ പാസ്റ്റർ, ഇതിനാണോ നീ പ്രസംഗിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൗരഭ്യവാസനയല്ല, ദുർഗന്ധമായിട്ട് മാറും. അതുകൊണ്ട് ആരെയും നോക്കണ്ട. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ഇന്നിപ്പം മുമ്പിൽ വെച്ചിരിക്കുന്ന 3 വാക്യങ്ങളും എടുത്തൊന്ന് ധ്യാനിച്ച് നോക്കാം. നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമോ? നീ എന്നെ പോലെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഞാൻ പോകുന്നത് എനിക്ക് വരുന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ പോലെ അതേപോലത്തെ എന്നേക്കാളും
100% ഉയർന്ന വിധയിൽ പ്രതികൂലത്തിൽ കൂടെ പോയിട്ടും നീ ദൈവഗതം എനിക്ക് പകരമായിട്ട് മരിക്കാം എന്നുള്ള ദൈവഗതത്തെ നീ പൂർണ്ണമായി സംബന്ധിച്ചു. കയ്യഫാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ, മുൾപ്പടർപ്പിൽ മോക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയോട് പറഞ്ഞ പേര് തന്നെയാണ് ജാഹ്വേ, യാഹ്വേ, ഞാനാകുന്നു അയാം എന്ന വാക്ക് പറയുന്നത്. എന്നിട്ട് പറയാണ്, മനുഷ്യപുത്രൻ, നീ നിൽക്കുന്ന മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോട് വരും. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോട് വരുന്ന മനുഷ്യപുത്രൻ ഞാൻ തന്നെയാണ്. 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം, നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് അവൻ പറഞ്ഞു. മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കും നിങ്ങൾ കാണും. മഹാപേതിൽ വസ്ത്രം കയറാൻ ആവശ്യമുണ്ടോ? സെഫാനസ് പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു, മതി കലിയളകാനായിട്ട്. ഇതേപോലെ തന്നെയാണ് പാപങ്ങളായിരിക്കുന്നത് ഞങ്ങളും. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രസംഗിക്കുമ്പോൾ ആർക്കും വേണ്ട, ദുർഗന്ധമായിട്ട് തോന്നുന്നത്. സോറി, ഞങ്ങളുടെ മേലൊരു ഭാരം കിടക്കുന്നുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കുക, നിങ്ങളുടെ കുറവുകൾ വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ത്യജിച്ച് കളയാനുള്ള അവസരം ഒരുക്കി തരിക. അതേ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാണല്ലോ. മനുഷ്യന്റെ സ്വഭാവം നീ അറിയുന്നല്ലോ. ശത്രുക്കളും മനസ്സുകൊണ്ടാകുന്നവരുമായി അവർക്ക് വേണ്ടി പാപപരിഹാരമായി തീരുവാൻ ആ ദൈവക്രോധാത്തി മുഴുവനും കുടിക്കത്തക്ക വേണം നീ തയ്യാറായവനാണല്ലോ. ആ സ്നേഹത്തു നീ മാറരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിന്നിട്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. തിരഞ്ഞെടുക്കുവാൻ സാഹചര്യ നിനക്കുങ്ങൾ കൊണ്ട് ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ സൗരഭ്യവാസന കർത്താവ് അവർക്ക് ജീവനിലേക്ക് കാരണമായി തരുവാൻ നീ ഇടയാക്കുമാറാകണമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ നിന്റെ സമാധാനമായിട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.